ടെഹ്റാനിലെ ആ രാത്രികൾക്ക് നിശ്ശബ്ദത അന്യമായിരിക്കുന്നു. അവിടെ ഇരുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ആകാശത്താകെ ഇടയ്ക്കിടെ പൊട്ടിത്തെറിക്കുന്ന പ്രകാശഗോളങ്ങൾ. അവ ചിന്നിത്തെറിക്കുമ്പോൾ ഭൂമിയാകെ വിറയ്ക്കുന്നതുപോലെ. മലയാളികൾ കുറവുള്ള ആ നഗരത്തിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിലെ മിടുക്കനായ സർജനായ ധീരജ് അതിനടുത്തിറകിലുള്ള ഒരു പഴയ ബങ്കറിൽ കഴിച്ചുകൂട്ടാൻ തുടങ്ങിയിട്ട് 3 ദിവസമായിരിക്കുന്നു. അതിനു മുന്നിലെ താൻ ജോലി ചെയ്ത ബഹുനില ഹോസ്പിറ്റലിനു മുൻപിൽ ഇന്ന് ഒരു കുന്ന് കെട്ടിടാവശിഷ്ടങ്ങൾ മാത്രം. ആ ക്യാൻസർ രോഗിയായ കുഞ്ഞു വേദനയിൽ നിന്ന് രക്ഷ നേടിയിട്ടുണ്ടാകുമോ? അവൻ ഓർത്തു. ആ കോടീശ്വരനായ അബൂൽ സിറാവ് ഹക്ക് തൻ്റൊപ്പം 3-ാം നിലയിൽ നിന്ന് ചാടിയതല്ലേ? കൺമുന്നിൽ വെച്ചല്ലേ ഒരു കോൺക്രീറ്റ് കഷ്ണം അയാളുടെ തലയിൽ വീണ് തലച്ചോറ് ചിതറിത്തെറിച്ചത്? അവൻ കഴിഞ്ഞ ദിവസങ്ങളായി കഴിയുന്ന ബങ്കറിനുള്ളിൽ തൊട്ടടുത്തുനിന്ന് എന്തോ ചീഞ്ഞു നാറിയ ഗന്ധം. അവൻ കൈകൾ പരതി മാറ്റിവെച്ചപ്പോൾ എന്തോ വഴുവഴുപ്പ്. അവനത് കൈയിലെടുത്ത് വെളിയിൽ നിന്ന് വരുന്ന അരണ്ട വെളിച്ചത്തിലേക്ക് കാട്ടിനോക്കി. ഒന്നേ നോക്കിയുള്ളൂ, ഒറ്റയേറ്, പുഴുവരിച്ച ഒരു കൈപ്പത്തി. വെളിയിൽ നിന്ന് പൊടിയുടെയും വെടിമരുന്നിന്റെയും ഗന്ധം. അവൻ പാന്റിന്റെ പുറകിൽ കൈ തുടച്ചു. അതിനിടയിൽ പോക്കറ്റിൽ തടഞ്ഞ മൊബൈലിൽ പിടിച്ചു. ഓണാക്കിയാലോ? വേണ്ട. ആകെ 25% ബാറ്ററി ബാക്കി നിൽക്കുന്ന ഈ ഫോൺ മാത്രമേ മിച്ചമുള്ളൂ. എന്തൊരു ജീവിതമാണിപ്പോൾ! ജോലി ചെയ്ത സ്ഥലമില്ല, താമസിച്ച മുറിയില്ല, ഞാൻ ആരാണെന്ന് പോലുമുള്ള രേഖകളുടെ ഒരു തരി പോലുമില്ല. ഈ യുദ്ധം ആർക്കു വേണ്ടി? സ്വന്തം ജീവനു വേണ്ടി നിലവിളിച്ചു പായുന്ന ഈ ജനതയ്ക്കു വേണ്ടിയോ? എല്ലാം നശിച്ചും നശിപ്പിച്ചും കഴിഞ്ഞ് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നഷ്ടപ്പെട്ട ഒരു തരിശുഭൂമിക്കു വേണ്ടിയോ? അറിയില്ല. എന്തായാലും മനുഷ്യനു വേണ്ടിയല്ല. മൃഗമായി തീരാൻ മത്സരിക്കുന്ന ചിലർക്കു വേണ്ടി ഒരു വലിയ ജനക്കൂട്ടത്തെ കുരുതി കൊടുക്കുകയാണ്. ഇടയ്ക്കെപ്പോഴോ ധീരജ് 1000 കിലോമീറ്റർ അകലെയുള്ള അവന്റെ കേരളത്തിലെ ചെറിയ ഗ്രാമത്തിലേക്ക് പോയി. അവിടെ അവനെ കാത്തൊരു പെൺകുട്ടി, അനന്യ. ഇനി കുറച്ചു മാസങ്ങൾക്കകം അവന്റെ ജീവിതത്തിന്റെ വർണ്ണവും തുടർച്ചയും എല്ലാമാകാൻ പോകുന്നവൾ. അവളെക്കുറിച്ച് ഓർത്തപ്പോൾ ആ ഭീതികരമായ അന്തരീക്ഷത്തിലും ധീരജിന്റെ അധരങ്ങളിൽ പ്രണയം ചേർത്തുവച്ച ഒരു ചെറു പുഞ്ചിരി വന്നു. പെട്ടെന്ന് തന്നെ അത് മാഞ്ഞുപോയി. കണ്ണുകൾ നിറഞ്ഞു. ബങ്കറിനുള്ളിൽ നെറ്റ്വർക്കില്ല. ഫോൺ ചെയ്യണമെങ്കിൽ പുറത്തേക്ക് തന്നെ പോകണം. പുറത്തെ കാര്യങ്ങളൊന്നും അറിയാനാവുന്നില്ല. മരണത്തിന്റെ നിഴലുകളാവും പുറത്ത്. ആകാശം ഇരുണ്ടു തുടങ്ങിയപ്പോൾ, സൈറൻ ശബ്ദമൊന്ന് മന്ദമായപ്പോൾ ധീരജ് പതുക്കെ ബങ്കറിന്റെ തള്ളി തുറന്ന് പുറത്തിറങ്ങി. പുറത്ത് അനന്തമായ വിജനത. വെടിമരുന്നിന്റെ ഗന്ധമുള്ള വരണ്ട കാറ്റ് മുഖത്ത് തട്ടിപ്പോവുകയാണ്. ആകാശം മുഴുവൻ മങ്ങിയ ചുവപ്പ്. അവൻ ഫോൺ ഓണാക്കിയെടുത്തു. സ്ക്രീനിൽ അനന്യയുടെ മുഖം. ഒരു നിമിഷം അവൻ കണ്ണുകൾ അടച്ചു. അവളുടെ ചിരി, അവളുടെ സ്വപ്നങ്ങൾ. അവളുടെ നമ്പർ ഞെക്കിയ ഉടൻ കോൾ കണക്റ്റായി. ഹലോ, ധീരു. അവളുടെ ശബ്ദം ദൂരെയുള്ളൊരു വെളിച്ചം പോലെ തോന്നി. അനന്യ. അവന്റെ ശബ്ദം വിറച്ചു. എപ്പോൾ വരും നീ? എല്ലാരും വിവാഹത്തെക്കുറിച്ച് ചോദിക്കുന്നു. ധീരജ് ഒന്നും പറയാനാവാതെ വിദൂരതയിലേക്ക് നോക്കി. അവൻ വിറച്ചുപോയി. ഒരു വലിയ തീഗോളം അതിവേഗത്തിൽ വരികയാണ്. വേഗം വരാം. അവൻ സങ്കടം കലർന്ന ശബ്ദം ഒതുക്കി മൃദുവായി പറഞ്ഞു. അവൾ ചിരിച്ചു. ഞാൻ കാത്തിരിക്കുകയാണ് നിനക്കായി, അനു. അവൻ വിളിച്ചു തീരുമ്പോൻപേ ആകാശത്തെ തീഗോളം അവന്റെ മുന്നിൽ പൊട്ടിയെരിഞ്ഞു വീണു. ധീരജിന്റെ കയ്യിൽ നിന്ന് ഫോൺ എവിടേക്കോ ചിതറിത്തെറിച്ചു. ഒന്നും തിരിച്ചറിയാനാവാതെ അവനും മണൽത്തരികളോടൊപ്പം സ്വപ്നങ്ങളായി പൊഴിഞ്ഞു വീണു. ആകാശത്തിലേക്ക് വലിയൊരു പുകപ്പടലം നിശ്ശബ്ദമായി ഉയർന്നു പൊങ്ങി. ദൂരെയുള്ള നാട്ടിൽ ഇപ്പോഴും ഒരു പെൺകുട്ടി ഫോൺ കയ്യിൽ പിടിച്ചു വിളിച്ചുകൊണ്ടേയിരുന്നു. ഹലോ, ഹലോ, ഹലോ.